സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ആ പ്രതീക്ഷ അവസാനിച്ചു. ഹമാസിൻ്റെ ചെന്നായ്ക്കൾ 2023 ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്ന് കടിച്ചു തൂക്കിക്കൊണ്ടുപോയ ആ പിഞ്ചു ശിശു, 1 വയസ്സ് പോലും തികയാത്ത ആ പൈതൽ കെഫർ ബിബാസ്, അവൻ്റെ ജ്യേഷ്ഠൻ 4 വയസ്സുണ്ടായിരുന്ന ആരിയൽ, അമ്മ ഷിരി ബിബാസ്, എല്ലാവരും കൊല്ലപ്പെട്ടു. ഈ 3 പേരുടെയും മൃതശരീരങ്ങൾ ലിഫ് ഷിറ്റ്സ് എന്ന് പറയുന്ന 84 വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ മൃതശരീരത്തോടൊപ്പം ഇന്നലെ ഹമാസ് ഭീകരർ ചെന്നായ്ക്കൾ റെഡ് ക്രോസിന് കൈമാറി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇസ്രായേൽ ഇത് വെരിഫൈ ചെയ്യുക. എങ്കിൽ പോലും ഇത് കെഫർ ബിബാസിൻ്റെയും ആരിയൽ ബിബാസിൻ്റെയും ഷിരി ബിബാസിൻ്റെയും, അമ്മ ഷിരി ബിബാസിന് 33 വയസ്സായിരുന്നു, മൃതശരീരങ്ങളാണെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം. ഈ കുട്ടികളുടെ അച്ഛൻ മിസ്റ്റർ ബിബാസ് ഫെബ്രുവരി 1 ബന്ദി കൈമാറ്റത്തിൽ ജീവനോടെ ഇസ്രായേലിൻ്റെ മണ്ണിൽ തിരിച്ചെത്തിയിരുന്നു. കൂടാതെ വൃദ്ധനായ ലിഫ് ഷിറ്റ്സിൻ്റെ ഭാര്യയും ബന്ദി കൈമാറ്റത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ ജീവനോടെ തിരിച്ചെത്തി. മരിച്ച ഒരു പിഞ്ച് ശിശുവിൻ്റെ ശവശരീരം പോലും പ്രദർശനത്തിന് വെച്ചുകൊണ്ട് ഹമാസ് ഭീകരർ അവരുടെ ക്രൂരത വ്യക്തമാക്കി. ഇന്നലെയും വലിയ സ്റ്റേജ് ഷോയൊക്കെ നടത്തിയാണ് ഇവർ ഈ 4 ശവപ്പെട്ടികൾ റെഡ് ക്രോസിന് കൈമാറിയത്. സ്റ്റേജ് കെട്ടി ഇരുട്ടിൻ്റെ സന്തതികൾ ഹൃദയത്തിൽ വസിക്കുന്ന കട്ട ഇരുട്ടിനെ പ്രതിഫലിപ്പിക്കാൻ കറുത്ത വസ്ത്രത്താൽ മൂടപ്പെട്ടവരായി കാണപ്പെട്ടു. ഭീരുത്വ മുഖംമൂടിയാക്കിയവർ ഇപ്പോഴും അവർക്ക് മുഖം പുറത്ത് കാണിക്കാൻ ധൈര്യമില്ല. മുഖമില്ലാത്തവരാണ്, ഇരുട്ടാണ് അവരുടെ മുഖം, അവരുടെ ഹൃദയവും ഇരുട്ടാണ്. ഇരുട്ടിൻ്റെ മറവിൽ കുഞ്ഞുങ്ങളെ കടിച്ചു തൂക്കിക്കൊണ്ടുപോയവരാണ് അവർ. സ്വന്തം കുഞ്ഞുങ്ങളെ മരണത്തിന് വിട്ടുകൊടുത്ത് ഇരുട്ടിൻ്റെ ദേവനെ ബലിയർപ്പിക്കുന്നവരാണ്. ഈ കുഞ്ഞുങ്ങളെയും അതിൻ്റെ അമ്മയെയും ജീവനോടെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അമ്മ കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി നിലവിളിക്കുന്നതും അലമുറയിടുന്നതും കുതറുന്നതുമൊക്കെ ആ വീഡിയോയിൽ കാണാമായിരുന്നു. പക്ഷേ അന്നും ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ പിഞ്ചു ശിശുക്കളും അമ്മയും ജീവനോടെ തിരിച്ചു വരും എന്നാണ്. ചെന്നായ്ക്കൾ അതിനെ കൊന്നുകളഞ്ഞു. ഇസ്രായേൽ പത്രങ്ങൾ ഒരിക്കലും ഈ കുഞ്ഞിൻ്റെ കഥ എഴുതിയിരുന്നില്ല. പൊളിറ്റീഷ്യൻസും ഈ കുഞ്ഞിൻ്റെ കഥ പറഞ്ഞിരുന്നില്ല. കാരണം വല്ലാതെ വിങ്ങി വീർത്തു നിൽക്കുന്ന ഒരു മുറിവിൽ ശക്തമായി അമർത്തുന്ന വേദന ഈ കുഞ്ഞിൻ്റെ ഓർമ്മകൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഈ കുഞ്ഞിൻ്റെയോ ഇവരുടെ അമ്മയുടെയോ കഥ പത്രങ്ങൾ വിശദമായി എഴുതാൻ മടിച്ചിരുന്നു. രാഷ്ട്രീയക്കാരും പൊതു പ്ലാറ്റ്ഫോമിൽ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നില്ല. കാരണം അത്രത്തോളം വലിയ നൊമ്പരമായിരുന്നു ഈ പിഞ്ചു പൈതൽ. ഇനിയും 66 പേരെ തിരികെ കിട്ടാനുണ്ട്. അതിൽ 6 പേര് ജീവനോടെ ഉള്ളവരെ ഈ ശനിയാഴ്ച, നാളെ കൈമാറുമെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ബന്ദി നാടകം മുന്നോട്ട് നീങ്ങുകയാണ്. ഇസ്രായേലിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറഞ്ഞത് ആഗണി ആൻഡ് പെയിൻ എന്നാണ്, വിവരിക്കാനാവാത്ത വേദന നൽകുന്ന കാഴ്ചയെന്നാണ്. രാജ്യത്തിൻ്റെ മുൻപിൽ അപമാനത്തോടെ, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാവാത്തതിലുള്ള അപമാനത്തോടെ ഞാൻ തലകുനിക്കുന്നു എന്നാണ് ഐസക് ഹെർസോഗ് പറഞ്ഞത്. നെതന്യാഹു പറഞ്ഞത് ഹാർട്ട് ഓഫ് ദി എൻ്റയർ നേഷൻ ഈസ് ടോൺ, രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും ഹൃദയം മുറിക്കപ്പെട്ടിരിക്കുന്നു. വി ആർ ഡീലിംഗ് വിത്ത് മോൺസ്റ്റേഴ്സ്, ഞങ്ങൾ പിശാചുക്കളോടാണ് നേരിടുന്നത്. ഇതിനകത്തൊന്നും അശേഷം അതിശയോക്തിയില്ല. അവർ നേരിടുന്നത് പിശാചിനോടാണ്, പിശാചിൻ്റെ സന്തതികളോടാണ്. ലെബനോണിൽ നിന്നും ഇസ്രായേൽ പിന്മാറേണ്ട തീയതി അവസാനിച്ചപ്പോഴും ലെബനോണിലെ 5 ഉയരം കൂടിയ പോയിന്റ്സിൽ ഇസ്രായേൽ മിലിറ്ററി അവശേഷിക്കുന്നുണ്ട്. അവർ ആ മേഖലയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. ലെബനോൺ പറയുന്നത് ലെബനോണും UN ഫോഴ്സും അവർ പറഞ്ഞതുപോലെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഇനി ഇസ്രായേൽ കരാർ പ്രകാരം പിന്മാറണമെന്നാണ്. ഇസ്രായേൽ പറയുന്നത് ഇവരുടെ പെട്രോളിങ്ങിൽ അവർക്ക് ബോധ്യം വരുന്നില്ല എന്നും ഹിസ്ബുള്ള ഏത് നിമിഷവും അവിടെ വീണ്ടും ഒത്തുകൂടാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഈ ഉയരം കൂടിയ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 സ്ഥലങ്ങൾ ലെബനോൺ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് ഇസ്രായേൽ ഒക്യുപ്പേഷനായി പരിഗണിക്കും എന്നാണ് ലെബനോൺ പറയുന്നത്. ഒക്യുപ്പേഷനെങ്കിൽ അങ്ങനെ എന്ന് ഇസ്രായേലും പറയുന്നു.
അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും അടുത്ത പരാതിയുമായി ലെബനോൺ എത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഭീകരർക്ക് കിടക്കാൻ ഇടം കൊടുത്തതിന്റെ പേരിൽ ലെബനോണിൽ പൊലിഞ്ഞത് 4000 ജീവനുകളാണ്. 4000-ലധികം ജീവനാണ് പൊലിഞ്ഞത്. അതിൽ ബഹുഭൂരിഭാഗവും ഹിസ്ബുള്ള ഭീകരന്മാർ തന്നെയാണ്. കൂടാതെ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ, അത് കൂടാതെ ഏകദേശം 1 ലക്ഷം മനുഷ്യർ അവരുടെ ഭവനങ്ങളൊക്കെ നഷ്ടപ്പെട്ട വിവിധ ദേശങ്ങളിലേക്ക് ഓടിപ്പോവേണ്ടി വന്നു. തെക്കൻ ലെബനോണിലെ മുഴുവൻ മനുഷ്യർക്കും, കൂടാതെ ബെറൂട്ടിലടക്കം ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഭവനങ്ങൾ ഉപേക്ഷിച്ച് 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഡിസ്പ്ലേസ്ഡ് ആവേണ്ടി വന്നിട്ടുണ്ട്. ഇവരെ മുഴുവൻ പുനരധിവസിപ്പിക്കുവാൻ ആവശ്യമായി വരുന്ന തുകയായി കരുതുന്നത് $1000 കോടി. 1000 കോടി ഡോളർ. ഇത് ഹിസ്ബുള്ള ഭീകരന്മാർക്ക് കിടക്കാൻ ഇടം കൊടുത്ത് ലെബനോൺ വാങ്ങിവെച്ച പണിയാണ്. സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ റിയാദിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. യുക്രൈൻ യുദ്ധം ആണ് ഇവിടുത്തെ സെന്റർ. എന്തുകൊണ്ട് ഇസ്രായേൽ വിഷയം അത്രത്തോളം പൊന്തി വരുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ ഉക്രൈൻ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്രായേൽ വിഷയത്തിനും പരിഹാരം ഇവോൾവ് ചെയ്തു വരും. അമേരിക്ക അവിടെ ശ്രമിക്കുന്നത് റഷ്യയെ ഈ യുദ്ധത്തിൽ നിന്ന് ഊരിയെടുക്കാനാണ്. വാസ്തവത്തിൽ റഷ്യ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്ന അവസ്ഥയിലാണ് റഷ്യ ഉള്ളത്. പക്ഷെ അഭിമാനം രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് റഷ്യ പറയുന്നത് നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈൻ കൊടുക്കാൻ പറ്റില്ല. ഇതിനെ ചൊല്ലിയാണ് യുദ്ധം തുടങ്ങുന്നത്. നാറ്റോ മെമ്പർഷിപ്പിന് ഉക്രൈൻ അപ്ലൈ ചെയ്തു എന്നുള്ള വിഷയത്തെ ചൊല്ലിയാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പം റഷ്യയെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരേ ഒരു ഉറപ്പ് ഉക്രൈന് നാറ്റോ മെമ്പർഷിപ്പ് ലഭിക്കുകയില്ല എന്നുള്ളത് മാത്രമാണ്. ബാക്കി അവർ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ബാക്കി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് മാത്രം ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. നാറ്റോ മെമ്പർഷിപ്പ് യുക്രൈനില്ല എന്നുള്ള ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചർച്ചയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു കണ്ടീഷനാണ് റഷ്യ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അമേരിക്ക ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷെ പോസിറ്റീവായിരിക്കാനാണ് സാധ്യത അമേരിക്കയുടെ പ്രതികരണം. കാരണം അവിടെ റഷ്യയെ അമേരിക്കൻ പക്ഷത്തേക്ക് കൊണ്ടുവരേണ്ടത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷന്റെ കേന്ദ്രബിന്ദുവാണ്. കാരണം ഇറാൻ എന്ന് പറയുന്ന ആ ഒരു നാശങ്ങളുടെ കേന്ദ്രബിന്ദു, പിശാച് വസിക്കുന്ന സ്ഥലം, ഖമനേയി വസിക്കുന്ന സ്ഥലം, അതിന് ഖമനേയിക്കുള്ള ആ ഒരു ബലം, അത് റഷ്യയാണ് വാസ്തവത്തിൽ അതിൻ്റെ അടി കിടക്കുന്ന ബലം. റഷ്യ അവിടെ നിന്ന് പറിച്ചു മാറ്റിയാൽ ഖമനയുടെ പണി തീർന്നു. അപ്പൊ അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ കിട്ടുന്നില്ല, റഷ്യയിൽ നിന്നുള്ള മോറൽ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ സാധിച്ചാൽ, ഇറാനെയും റഷ്യയും തമ്മിൽ വെട്ടിമുറിച്ച് മാറ്റാൻ സാധിച്ചാൽ നിശ്ചയമായിട്ടും ഇറാന്റെ പണി തീർന്നു. ഇറാൻ പിന്നെ യാതൊരു കുരുത്തക്കേടും നിൽക്കില്ല. ഖമനേയി അവിടെ ഭസ്മമായി തീരും. അവിടെ ഇറാനിലെ ജനാധിപത്യവാദികൾക്ക്, പെഷേസ്കാരുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യവാദികൾക്ക് അവിടെ മേൽക്കൈ കിട്ടുകയും അതൊരു സാധാരണ രാജ്യമായി മാറുകയും ഇസ്ലാമിസ്റ്റുകളുടെ അവിടുത്തെ ശബ്ദം അവസാനിക്കുകയും ചെയ്യും. ഇറാനിൽ ഇസ്ലാമിസ്റ്റുകളുടെ ശബ്ദം അവസാനിച്ചാൽ ലോകത്തിൽ നിന്ന് ഇസ്ലാമിക ഭീകരത പതിയെ പതിയെ ഒഴിഞ്ഞു പോയിക്കൊള്ളും. കാരണം ഇന്ന് ഇസ്ലാമിക ഭീകരതയുടെ ജീവരക്തം ഒഴുകി തുടങ്ങുന്നത് ഇറാൻ എന്ന ഹൃദയത്തിൽ നിന്നാണ്. അത് വെട്ടിമുറിക്കപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാ അറബ് രാജ്യങ്ങളും ഇതിന്റെ പരിക്ക് മനസ്സിലാക്കി പിന്തിരിഞ്ഞു കഴിഞ്ഞു. ഈ നമ്മളുടെയൊക്കെ നാട്ടിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ വെറുതെ ഒച്ച ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർക്കൊന്നും യാതൊരു പിൻബലമില്ല. ഇത് പണം മുഴുവൻ ഒഴുകിയിരുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അറബ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഈവൻ ഖത്തർ അടക്കം ഇതിൽ നിന്ന് പിന്മാറാൻ 100 വട്ടം തയ്യാറാണ്. കാരണം കിട്ടിയ പണി ധാരാളമാണെന്ന് അവർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഹമാസ് എന്ന് പറയുന്ന ആ ഒരു വേലിയിരിക്കുന്ന സാധനത്തിന് എടുത്ത് വെച്ചിട്ട് പെട്ടുപോയത് ഈജിപ്തും പിന്നെ ഖത്തറും ഒക്കെ പെട്ടുപോയത് ഏത് തരത്തിലാണെന്ന് അവർക്കൊക്കെ നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് മാത്രമല്ല, അവര് ഇറാന്റെ ഒരു ഡിസൈപ്പിൾ ആണെന്ന് ഈ ദിവസങ്ങളിലെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവർ അങ്ങേയറ്റം തെളിയിക്കുകയും ചെയ്തു. അപ്പം ഇറാന്റെ എല്ലാ ചിറകുകളും അരിഞ്ഞു നീക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് റഷ്യയെ ഇറാനുമായി വേർതിരിച്ചെടുക്കുക എന്നുള്ളത്. റഷ്യ ഇറാനുമായി വേർതിരിച്ചെടുക്കുക എന്നുള്ളത് റഷ്യ പെട്ടുകിടക്കുന്ന കുടുക്കിൽ നിന്ന് റഷ്യ രക്ഷപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. യുക്രൈൻ യുദ്ധത്തിൽ പെട്ടുകിടക്കുന്ന റഷ്യയെ അതിനകത്ത് ഊരിയെടുക്കാൻ സാധിച്ചാൽ അതിന്റെ ബലത്തിൽ റഷ്യയെ അമേരിക്കയുടെ ഭാഗത്തേക്ക് അമേരിക്ക ചായച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു ഡിപ്ലോമസിയാണ് അമേരിക്കയുടെ വർക്കൗട്ട് ചെയ്യുന്നത്. അത് കൂടാതെ വലിയ ലക്ഷ്യങ്ങൾ US-നുണ്ട്. ചൈനയാണ് US-ന്റെ ഇന്ന് ലോകത്തിന്റെ മുൻപിൽ US-നോട് ഫേസ് ടു ഫേസ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കാമെന്നുള്ള കരുത്തിൽ നിൽക്കുന്ന ഒരു സാധനം ചൈനയാണ്. ഈ ചൈനയുടെ ഒരു സെക്കൻഡറി മാനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യയാണ്. റഷ്യ അമേരിക്കൻ പക്ഷത്തേക്ക് വന്നാൽ ചൈന അതിൽ നിന്നും ഊരിക്കിട്ടും. ചൈന ഈ കാണിക്കുന്ന ശക്തിയൊക്കെ ചൈനയ്ക്ക് ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. കാരണം ചൈനയിൽ നിന്ന് ഇപ്പോഴും ധാരാളം ആളുകൾ
ഞാൻ ഇന്നലെ ഒക്കെ ചെയ്ത വീഡിയോയിൽ തൊഴിലന്വേഷകരായിട്ട് പോകുന്നവരുടെ കൂടെ 40% ആളുകൾ ചൈനക്കാരുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന സുഭിക്ഷതയൊന്നുമില്ല, കുറേ ആയുധങ്ങളുണ്ട്, നേതാക്കന്മാരൊക്കെ ഭയങ്കര സുഭിക്ഷമായിട്ട് രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നുണ്ട്. സാധാരണക്കാരൻ്റെ കാര്യം കട്ടപ്പുക തന്നെയാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒക്കെ സാധാരണക്കാർ വസിക്കുന്ന ഒരു നിലവാരത്തിൽ ഒരു നിലവാരത്തിൽ ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം ചൈനക്കാർ സ്വപ്നം കാണുക പോലും വേണ്ട. അവരിപ്പോഴും വെറും കമ്മ്യൂണിസ്റ്റ് അടിമകൾ മാത്രമാണ്. അപ്പം ആ രാജ്യത്തിന് അതിൻ്റെ ഒരു 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 സൈനിക ശക്തി, അത് പണ്ട് റഷ്യയുടെയും വിഷയം അത് തന്നെയായിരുന്നു. എല്ലാ മനുഷ്യർക്കും പട്ടിണിയായിരുന്നപ്പോഴും അവർ വലിയ സൈനിക ശക്തിയാണ്. ലോകത്തെ ഭീഷണിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ വീടിനുള്ളിൽ, അവരുടെ കുടുംബത്തിനുള്ളിൽ പട്ടിണിയായിരുന്നു. എല്ലാവരും പട്ടിണി കിടക്കായിരുന്നു. അങ്ങനെയാണ് റഷ്യ എന്ന് പറഞ്ഞ രാജ്യം പൊളിഞ്ഞു പോയത്. അപ്പം ഈ ഒരു ചൈനയുടെ ആ ഒരു പിടിയിൽ നിന്ന് റഷ്യയെ മോചിപ്പിക്കണം, ഇറാനെ സഹായിക്കുന്നതിൽ നിന്നും റഷ്യയെ തടയണം. ഈ രണ്ട് വിഷയങ്ങൾക്ക് ഉക്രൈനുമായിട്ടുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിച്ച് റഷ്യ ഇതിൽ നിന്ന് ഫ്രീ ആക്കണം. ഇതിനുള്ളൊരു ഡിപ്ലോമസിയാണ് ഇപ്പം പ്രധാനമായിട്ടും ഈ സൗദി അറേബ്യയിൽ നടക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കണം. കൂടാതെ സൗദി അറേബ്യ ഇത്തരം ഡിസ്കഷൻസിൻ്റെ ഒക്കെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയി മാറുക വഴി ഇസ്ലാമിക രാജ്യങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ തലസ്ഥാനമായിട്ടുള്ള സൗദി അറേബ്യയ്ക്ക് ലോക ചിത്രത്തിൽ ഒരു മാന്യമായ സ്ഥാനം കിട്ടുകയും തീർത്തും അപമാനകരമായ പ്രവൃത്തികളിൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന അങ്ങേയറ്റം അപമാനകരമായ മ്ലേച്ഛമായ ഇരുട്ടിന്റെ പ്രവൃത്തിയിൽ നിന്ന് ആ രാജ്യം രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ രാജ്യം രക്ഷപ്പെടുകയും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം മൊത്തം വെളിച്ചം വീഴാൻ തുടങ്ങും. ആ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന പൈശാചികവാദം, ഇരുട്ടിന്റെ പ്രവൃത്തി അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക വഴി മിഡിൽ ഈസ്റ്റിൽ മൊത്തം വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരം ചില വലിയ ലക്ഷ്യങ്ങളോടെയാണ് US അവിടെ അവരുടെ നയതന്ത്ര പ്രവർത്തനങ്ങളുമായി ഇടപെടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.